ബ്രിട്ടനിലെ റോഡുകളുടെ ചരിത്രം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഷ്രൂസ്ബർഗിനടുത്തുള്ള പേസ്റ്റേൺ ഹിൽ ക്വാറിയിൽ നിന്ന് 1.5 മീറ്റർ ഉയരവും 6 മീറ്റർ വീതിയുമുള്ള മെറ്റലൈൻ ചെയ്തതും കാമ്പർ ചെയ്തതുമായ ഒരു റോഡ് കണ്ടെത്തി. അതുപോലെ നോർഫോക്കിലെ ഗിൽഡേസ്റ്റണിൽ പീറ്റ് പാളിയിൽ ഒരു തടി റോഡ് സംരക്ഷിക്കപ്പെട്ടിരുന്നു. അതിൽ BC 75 കാലഘട്ടം സൂചിപ്പിക്കുന്ന മരവളയങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊരു പക്ഷേ ഐസിനെ ഗോത്രം നിർമ്മിച്ചതായിരിക്കാം എന്ന് കരുതപ്പെടുന്നു. AD 43 മുതൽ 410 വരെയുള്ള റോമൻ ബ്രിട്ടൻ കാലഘട്ടത്തിൽ സൈനിക ഭരണ വ്യാപാര ആവശ്യങ്ങൾക്കായി റോമാക്കാർ 2000 മൈൽ നേരായ കല്ലുപാകിയ റോഡുകൾ നിർമ്മിച്ചു. ക്രോസ്വേ, വാട്ടിലിംഗ് സ്ട്രീറ്റ് എന്നിവയാണ് പ്രശസ്തമായ റൂട്ടുകൾ. 18-19 കാലഘട്ടത്തെ ടേൺപൈക്ക് യുഗം എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാലഘട്ടത്തിൽ മോശം റോഡുകളുടെ അവസ്ഥ കാരണം ടോൾ പിരിവിലൂടെ ധനസഹായത്തോടെ റോഡുകൾ നിർമ്മിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായി സ്വകാര്യ ടേൺപൈക്ക് ട്രസ്റ്റുകൾ സ്ഥാപിക്കപ്പെട്ടു. ജോൺ മക്കാഡം പോലെയുള്ള എഞ്ചിനീയർമാർ മെച്ചപ്പെട്ട ഒതുക്കമുള്ള റോഡുകളെ പരിചയപ്പെടുത്തി. ബ്രിട്ടനിലെ റോഡ് നിർമ്മാണത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ജോൺ മക്കാഡത്തിന്റെ സംഭാവന വളരെ വലുതാണ്. റോഡ് നിർമ്മാണത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു സ്കോട്ടിഷ് സിവിൽ എഞ്ചിനീയറാണ് ജോൺ ലൗഡൺ മക്കാഡം. മഗ്ഡം എന്നറിയപ്പെടുന്ന തകർത്ത കല്ലുകൾ ഉപയോഗിച്ച് റോഡുകൾ നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യ ഇദ്ദേഹമാണ് വികസിപ്പിച്ചത്. ഈ രീതി റോഡുകളുടെ ദൃഢത വർദ്ധിപ്പിക്കുകയും വെള്ളക്കെട്ട് ഒഴിവാക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് റോഡ് നിർമ്മാണ രീതിക്ക് മഗ്ഡം എന്ന പേര് വന്നത്. 1914 UK-യിൽ റോഡ് ബോർഡുകൾ സൃഷ്ടിക്കപ്പെടുന്നത്. 1922 റോഡ് നമ്പറിംഗ് സംവിധാനം ആരംഭിച്ചു. 1958 ആദ്യത്തെ മോട്ടോർവേ 8 മൈൽ പ്രസ്റ്റൺ ബൈപ്പാസ് തുറന്നു. അതിപ്പോൾ M6 എന്നാണ് അറിയപ്പെടുന്നത്. 1965 കിന്നേറും കാൽവർട്ടും രൂപകൽപ്പന ചെയ്ത സ്റ്റാൻഡേർഡ് റോഡ് സൈനേജ് അവതരിപ്പിച്ചു. 1986 M25 പൂർത്തിയായത്. പരിസ്ഥിതി ആഘാതം കുറയ്ക്കുന്നതിനായി അറ്റകുറ്റപ്പണികൾ, സാങ്കേതിക പുരോഗതി, സുസ്ഥിര നിർമ്മാണം എന്നിവയിലാണ് രാജ്യം ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. UK-യിലെ പ്രധാന സ്പീഡ് ലിമിറ്റുകൾ സാധാരണയായി കാറുകൾക്ക് മോട്ടോർ വേകളിലും ഡ്യുവൽ കാരേജ് വേകളിലും മണിക്കൂറിൽ 70 മൈൽ, സിംഗിൾ കാരേജ് വേകളിൽ 60 മൈൽ എന്നിങ്ങനെയാണ്. 30-20 സ്പീഡ് ലിമിറ്റുകൾ പ്രധാനമായും ജനവാസ മേഖല കേന്ദ്രീകരിച്ചുള്ളതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് UK-യിലെ റോഡ് സയൻസ്. നിരോധിത അടയാളങ്ങൾ, മുന്നറിയിപ്പ് അടയാളങ്ങൾ, നിർദ്ദേശ അടയാളങ്ങൾ, വിവര അടയാളങ്ങൾ, മോട്ടോർവേ അടയാളങ്ങൾ എന്നിവയാണവ.